ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 31ാമത്തെ ദശകമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. മഹാബലി ദർപ്പശമനമാണ് 31ാമത്തെ ദശകം. അതിലെ ആദ്യ 5 ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നമ്മൾ നോക്കി. അപ്പം നമുക്ക് ഇന്ന് അതിൽ ബാക്കിയുള്ള 5 ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ വ്യാഖ്യാനവും നോക്കാം. അപ്പോൾ ചൊല്ലിത്തുടങ്ങാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം പ്രീത്യാ ദൈത്യസ്തവ തനുമഃ പ്രേക്ഷണാത് സർവതാപി ത്വാമാരാധ്യന്നചിതരചയന്നഞ്ജലിം സഞ്ജഗാദ മത്തഃ കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രദാസ്യേ താമക്ഷീണാം ബലിഗിരമുപാകർണ്യകാരുണ്യപൂർണോപ്യസ്യോത്സേകം ശമയിതുമനാ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയപരിമിതാം പ്രാർത്ഥയാമാസിതത്വം സർവം ദേഹീതി നിഗതിതേ കസ്യ ഹാസ്യം ന വാ സ്യാത് വിശ്വേശം മാം ത്രിപദമിഹ കിം യാചസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമമുനീത്യാലപത്വാം സദൃപ്യൻ യസ്മാദർപ്പാത് ത്രിപദപരിപൂർത്യക്ഷമക്ഷേപവാദാൻ ബന്ധം ചാസാവഘമദതർഹോപികാഡോപശാന്ത്यै പാദത്രയ്യായതിനമുദിതോ വിഷ്ടപർനാപി തുഷ്യേദിത്യുക്തേസ്മിൻ വരദ ഭവതേ ധാതുകാമേ തതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്തിന പ്രേരണാത്തം മാമാദേയം ഹരിരയമിതി വ്യക്തമേവാഭഭാഷ്യേ യാചത്യേവം യദി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമ്യേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യൈ വിന്ധ്യാവല്യാ നിജദയിതയാ ദത്തപാധ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമപി സ പ്രാർത്ഥയത്തോയ പൂർവം. ഇനി 6ാമത്തെ ശ്ലോകം ചൊല്ലാം. നിസ്സന്ദേഹം ദിദികുലപദൗ ത്വയ്യശേഷാർപ്പണം തദ്വ്യാതന്വാനേ മുമുച ഋഷയ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിതം പശ്യതാം വിശ്വഭാജാമുച്ചൈരുച്ചൈരവൃതവതി കൃത്യ വിശ്വാണ്ഡഭാണ്ഡം. ഒന്നുകൂടി ചൊല്ലാം. നിസ്സന്ദേഹം ദിദികുലപദൗ ത്വയ്യശേഷാർപ്പണം തദ്വ്യാതന്വാനേ മുമുചു ഋഷയ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തദിതം പശ്യതാം വിശ്വഭാജാമുച്ചൈരുച്ചൈരവൃതവതി കൃത്യ വിശ്വാണ്ഡഭാണ്ഡം. 6ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതുവരെ ചൊല്ലിയ 5 ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം. മഹാബലിയെ കാണുവാനായിട്ട് വാമനൻ വരികയാണ്. അപ്പോൾ അങ്ങനെ ആ വാമനൻ്റെ തേജസ് കണ്ടിട്ട്, ആ ശരീരകാന്തി കണ്ടിട്ട് മഹാബലി വളരെ സന്തോഷവാനായിരുന്നു. അങ്ങനെ എന്താണ് വേണ്ടത് എന്നറിയാനായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, കഴിഞ്ഞ ദശകത്തിൽ വാമനൻ്റെ കാല് കഴുകി ആ വെള്ളം തൻ്റെ ശിരസിലൊഴിച്ചു മഹാബലി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ദശകത്തിലെ ആദ്യ ശ്ലോകം ഭട്ടതിരിപ്പാട് തുടങ്ങുന്നത് ആരാലും ജയിക്കപ്പെടാത്ത ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാനെ അങ്ങ് വാമന രൂപം കൊണ്ട് മഹാബലിയുടെ അടുത്തെത്തിയപ്പോൾ മഹാബലി ആ ശരീരകാന്തി കൊണ്ട് അതീവ സന്തോഷവാനായിരുന്നു. അങ്ങനെ വിളിച്ചിരുത്തി എന്താണ്
അങ്ങേക്ക് ആവശ്യം എന്ന് ചോദിക്കുകയാണ് മഹാബലി വാമനനോട്. ധനമോ അന്നമോ ഭവനമോ ഭൂമിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നൽകാൻ ഞാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയാണ്. എന്നാൽ ആ വാമന രൂപം എടുത്തു വന്ന ഭഗവാൻ വെറും 3 അടി മണ്ണാണ് മഹാബലിയോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് മഹാബലി പറയുകയാണ്, ഈ ലോകത്തിൻ്റെ തന്നെ നാഥനായ എന്നോട് വെറും 3 അടി മണ്ണാണോ ആവശ്യപ്പെടുന്നത്? അതായത് ഈ 3 ലോകങ്ങളും ഇപ്പോൾ മഹാബലിയുടെ അധീനതയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാബലിക്ക് ഒരല്പം അഹങ്കാരവും ഉണ്ടായിരുന്നു. അപ്പോൾ 3 അടി മണ്ണാണോ എന്നോട് ചോദിക്കുന്നത്? അങ്ങ് ബുദ്ധിയില്ലാത്തവനാണ്, ഈ ഭൂമി മുഴുവൻ ചോദിച്ചു കൊള്ളൂ എന്ന് വാമനനോട് പറയുകയാണ്. അപ്പോൾ 3 അടി മണ്ണിൽ തൃപ്തിപ്പെടാത്തവൻ വേറെ ഒന്നിലും തൃപ്തി കണ്ടെത്തുന്നില്ല എന്ന് വാമനൻ പറഞ്ഞ് 3 അടി മണ്ണ് മതി എന്ന് പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ജലമെടുത്ത് ദാനം ചെയ്യുവാനായി ഒരുങ്ങിയപ്പോൾ അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യർ വന്ന് മഹാബലിയോട് പറയുകയാണ്, കൊടുക്കരുത് കൊടുക്കരുത്, ഇത് ഹരിയാണ് എന്ന്. അപ്പോൾ മഹാബലി മറുപടി പറയുന്നു, ഈ ഭൂമിയിൽ എല്ലാവർക്കും ദാനം ചെയ്യുന്ന, ചോദിക്കുന്നതെല്ലാം ദാനം ചെയ്യുന്ന ആ ഭഗവാനാണ് എന്നോട് വന്ന് ദാനം ചോദിക്കുന്നതെങ്കിൽ ഇനി ഇതിൽ പരം ഉത്തമമായിട്ടുള്ളൊരു സ്ഥാനം എനിക്ക് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്, ഈ ദാനം ഞാൻ കൊടുക്കുക തന്നെ ചെയ്യുമെന്ന്. അപ്പോൾ ഐശ്വര്യം കെട്ടുപോവട്ടെ എന്ന് പറഞ്ഞ് ശുക്രാചാര്യർ ശപിച്ചു. എങ്കിലും തൻ്റെ ഭാര്യയായിട്ടുള്ള വിന്ധ്യാവലി ഭാഗ്യം കൊണ്ടുവന്ന് കൊടുത്ത് ദാനകർമ്മത്തിനായിട്ട് മഹാബലി ഒരുങ്ങുകയാണ്. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി 6ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. അപ്പോൾ 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അങ്ങനെ ആ അസുര ചക്രവർത്തിയായിട്ടുള്ള മഹാബലി സർവസ്വവും ദാനം ചെയ്യുവാനായി ഭഗവാന് സമർപ്പിക്കുവാനായി ഒരുങ്ങിയപ്പോൾ ദേവന്മാരും ഋഷിമാരും ഒക്കെ ചേർന്ന് പുഷ്പവൃഷ്ടി നടത്തി. അങ്ങനെ ആ പ്രപഞ്ചവാസികളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കെ വാമന രൂപമെടുത്ത ഭഗവാൻ ആ പ്രപഞ്ചമാകെ വളർന്നു വന്നു എന്നുള്ളതാണ് 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ മഹാബലി പറയാണ്, എല്ലാവർക്കും എല്ലാം ദാനം ചെയ്യുന്ന, ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്ന അഭീഷ്ടദായകനായിട്ടുള്ള ആ ഭഗവാൻ ഹരി വന്ന് എന്നോട് ദാനം ചോദിക്കുകയാണെങ്കിൽ ഇനി ഇതിൽ പരം ഒരു സ്ഥാനം എനിക്ക് കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സർവസ്വം ഭഗവാന് സമർപ്പിക്കുകയാണ് എന്ന് പറയുകയാണ്. പത്നിയായിട്ടുള്ള വിന്ധ്യാവലി പാദ്യം കൊണ്ട് കൊടുത്ത് ആ ദാനകർമ്മത്തിലേക്ക് മഹാബലി കടക്കുന്നത്. അങ്ങനെ എല്ലാം മഹാബലി ഭഗവാന് സമർപ്പിച്ച സമയത്ത് സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് ദേവന്മാരും ഋഷിമാരുമൊക്കെ പുഷ്പവൃഷ്ടി നടത്തുകയാണ്. ആ പ്രപഞ്ചവാസികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. കൺമുന്നിൽ തന്നെ ആ കൊച്ചു രൂപം എടുത്തു വന്ന വാമന ഭഗവാൻ അങ്ങനെ പ്രപഞ്ചമാകെ വളർന്നു വന്നു എന്നുള്ളതാണ് 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം ചൊല്ലാം. പാദാഗ്രം നിജപദഗദം പുണ്ഡരീകോദ്ഭവോऽസൗ കുണ്ഠിതോ യൈരസിജത പുനാധ്യച്ചലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹുനനൃതേ കേചരൈരുത്സവേസ്മിൻ ഭേരീർനിഘ്നൻ ഭുവനമജരജ്ജാംഭവാൻ ഭക്തിശാലി. ഒന്നുകൂടി ചൊല്ലാം. ത്വത്പാദാഗ്രം നിജപദഗദം പുണ്ഡരീകോദ്ഭവോऽസൗ കുണ്ഠിതോ യൈരസിജത പുനാധ്യച്ചലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹുനനൃതേ കേചരൈരുത്സവേസ്മിൻ ഭേരീർനിഘ്നൻ ഭുവനമജരജ്ജാംഭവാൻ ഭക്തിശാലി. അങ്ങനെ 7ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അങ്ങനെ പ്രപഞ്ചമാകെ വളർന്നു വന്ന ആ വാമന ഭഗവാന്റെ പാദങ്ങൾ സത്യലോകത്തെത്തിയപ്പോൾ, അതായത് ബ്രഹ്മാവിൻ്റെ ലോകത്തെത്തിയപ്പോൾ ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലൂലെ ജലം കൊണ്ട് വിഷ്ണു ഭഗവാന്റെ പാദം ഒന്ന് മെല്ലെ തഴുകി എന്നാണ് പറയുന്നത്. അങ്ങനെ വിഷ്ണു പാദസ്പർശമേറ്റ് ആ പുണ്യജലം ഈ പ്രപഞ്ചമാകെ ഒഴുകുന്ന ഭാഗീരഥിയായി തീർന്നു, പുണ്യജലമായി തീർന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ സന്തോഷത്തിൽ ആകാശചാരികളായിട്ടുള്ള ദേവന്മാരും അവരുടെ കിന്നരന്മാരും ഒക്കെ സന്തോഷം കൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടി എന്നാണ്
പറയുന്നത്. യഥാർത്ഥ ഭക്തന്മാരിൽ ഒരാളായിട്ടുള്ള ജാംബവാൻ ഈ സന്തോഷത്തിൽ പെരുമ്പറ മുഴക്കിക്കൊണ്ട് ലോകം മുഴുവനും സഞ്ചരിച്ചു എന്നുകൂടി 7ാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് വിവരിക്കുന്നു. അപ്പോൾ 7ാമത്തെ ശ്ലോകത്തിൽ അത്രയും മനസ്സിലാക്കുവാനായിട്ടുള്ളൂ. ഭഗവാൻ ഇങ്ങനെ വളർന്നു വരികയാണ്, വാമന രൂപം എടുത്ത ഭഗവാൻ. അങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഭഗവാന്റെ പാദങ്ങൾ സത്യലോകത്തെത്തിയപ്പോൾ, ബ്രഹ്മാവിൻ്റെ ലോകത്തെത്തിയപ്പോൾ ബ്രഹ്മാവ് തൻ്റെ കമണ്ഡലുവിലെ ജലം കൊണ്ട് വിഷ്ണുവിൻ്റെ പാദത്തിൽ മെല്ലെ ഒന്ന് തഴുകി. അങ്ങനെ വിഷ്ണു പാദസ്പർശമേറ്റ ആ ജലം പുണ്യജലമായി തീർന്നു. അതാണ് പിന്നീട് ഭാഗീരഥിയായി മാറിയത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സന്തോഷം കൊണ്ട് ആകാശചാരികളായിട്ടുള്ള ദേവന്മാരും അവരുടെ കിന്നരന്മാരും ആനന്ദ നൃത്തം ചവിട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ യഥാർത്ഥ ഭക്തന്മാരിൽ ഒരാളായിട്ടുള്ള ജാംബവാൻ ഈ സന്തോഷത്തിൽ പെരുമ്പറ മുഴക്കിക്കൊണ്ട് ലോകമാകെ സഞ്ചരിച്ചു എന്നും പറയുന്നു. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം ചൊല്ലാം. താവദ്ദൈത്യാസ്ത്വനുമതിമൃദേ ഭർത്തുരാരബ്ധയുദ്ധ ദേവോപേതൈർഭവതനുചരൈ സംഗതാ ഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാസ്മ കിം വോ യുദ്ധൈരിതി ബലിഗിരാ തേതപാതാളമാപൂ. ഒന്നുകൂടി ചൊല്ലാം. താവദ്ധൈത്യാസ്ത്വനുമതിമൃദേ ഭർത്തുരാരബ്ധയുദ്ധ ദേവോപേതൈർഭവതനുചരൈ സംഗതാ ഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാസ്മ കിം വോ യുദ്ധൈരിതി ബലിഗിരാ തേതപാതാളമാപൂ. 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ അസുരന്മാർ മഹാബലിയുടെ അനുവാദം കൂടാതെ യുദ്ധത്തിന് പുറപ്പെട്ടു പോവുകയാണ്. ഭഗവാന്റെ കിന്നരന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ട് പോവുകയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് പറയുന്നത് അല്ലയോ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അല്ലയോ ദേവ, മഹാബലിയുടെ അനുവാദം കൂടാതെ അസുരന്മാർ ഭഗവാന്റെ കിങ്കരന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടു എന്ന് മാത്രമല്ല, അപ്പോൾ തന്നെ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ മഹാബലി ഈ അസുരന്മാരോടായിട്ട് പറഞ്ഞു, കാലസ്വരൂപനായിട്ടുള്ള ഭഗവാനാണ് മുമ്പിൽ നിൽക്കുന്നത്. മുമ്പ് നമ്മൾ ജയിച്ചിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഈ സമയത്ത് യുദ്ധം കൊണ്ട് നമുക്കൊന്നും നേടാനാവുകയില്ല, അതുകൊണ്ട് മടങ്ങിപ്പോയാലും എന്ന് മഹാബലി അസുരന്മാരോട് പറഞ്ഞു. അങ്ങനെയുള്ള മഹാബലിയുടെ വാക്കുകൾ കേട്ട് അസുരന്മാർ തിരികെ പാതാളത്തിലേക്ക് പോയി എന്നുള്ളതാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അതായത് ഭഗവാൻ ഇങ്ങനെ പ്രപഞ്ചമാകെ വളർന്നു വരികയാണ് അല്ലേ, സത്യലോകത്ത് പാദങ്ങളെത്തി. അപ്പോൾ ഇങ്ങനെ വളർന്നു വന്ന സമയത്ത് അസുരന്മാർ മഹാബലിയുടെ അനുവാദത്തിനൊന്നും കാത്തു നിൽക്കാതെ ഭഗവാനോട് ഏറ്റുമുട്ടാൻ വേണ്ടി തുടങ്ങുകയാണ്. ഭഗവാന്റെ കിങ്കരന്മാരോട് യുദ്ധം ചെയ്ത് കിങ്കരന്മാരോട് തന്നെ പരാജയപ്പെട്ടു, ഭഗവാന്റെ കൂടെയുള്ളവരോട് തന്നെ പരാജയപ്പെടുകയാണ്. അങ്ങനെ പരാജയപ്പെട്ടപ്പോൾ മഹാബലി ഈ അസുരന്മാരോട് പറയുകയാണ്, കാലസ്വരൂപനായിട്ടുള്ള ഭഗവാനാണ് ഈ മുന്നിൽ നിൽക്കുന്നത്. ആ ഭഗവാനോട് യുദ്ധം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അപ്പോൾ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാനാണ് മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ മുമ്പ് ജയിച്ചിട്ടുണ്ടെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ കരുണ കൊണ്ടാണ് ജയിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് യുദ്ധം കൊണ്ട് നമുക്കൊന്നും നേടാനാവുകയില്ല, അപ്പോൾ മടങ്ങിപ്പോവൂ എന്ന് പറയുകയാണ്. അങ്ങനെ മഹാബലിയുടെ വാക്കുകൾ കേട്ട് ആ അസുരന്മാർ തിരികെ പാതാളത്തിലേക്ക് പോയി എന്നുള്ളതാണ് 8ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. പാശൈർഭദ്രം പദഗപതിനാ ദൈത്യമുച്ചൈരവാദീ സ്ഥാർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം. ഒന്നുകൂടി ചൊല്ലാം. പാശൈർഭദ്രം പദഗപതിനാ ദൈത്യമുച്ചൈരവാദീ സ്ഥാർത്തീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം. 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെ പ്രപഞ്ചമാകെ വളർന്നു വന്ന്
വാമന രൂപമെടുത്ത ഭഗവാൻ 2 അടി കൊണ്ട് ലോകമാകെ അളന്നു, പ്രപഞ്ചമാകെ അളന്നു. അപ്പോൾ 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഗരുഡൻ്റെ, പക്ഷി രാജാവായിട്ടുള്ള ഗരുഡൻ്റെ വരുണപാശങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട മഹാബലിയോട് ഉറക്കെ തന്നെ ഭഗവാൻ ചോദിച്ചു, 2 അടി ഞാൻ അളന്നു കഴിഞ്ഞു, ഇനി 3-ാമത്തെ അടി വയ്ക്കാൻ എവിടെയാണ് സ്ഥലം? നീ ഈ ലോകത്തിൻ്റെ തന്നെ നാഥനല്ലേ, നീ വിശ്വേശ്വരനല്ലേ, അപ്പോൾ 3-ാമത്തെ അടി ഞാൻ എവിടെ വെക്കണമെന്ന് പറഞ്ഞാലും എന്ന് ഉറക്കെ തന്നെ ഭഗവാൻ മഹാബലിയോട് പറയുകയാണ്. അപ്പോൾ നിർഭയനായി, തീർത്തും നിർഭയനായി 3-ാമത്തെ അടി എൻ്റെ ശിരസിൽ വെച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാന്. അപ്പോൾ ആ സമയത്ത് മഹാബലിയുടെ പിതാമഹനായിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മഹാബലിയുടെ മുത്തച്ഛനാണ് പ്രഹ്ലാദൻ. അപ്പോൾ മഹാബലിയുടെ പിതാമഹനായിട്ടുള്ള പ്രഹ്ലാദൻ അവിടെ വന്നെത്തിച്ചേർന്നു. അപ്പോൾ മഹാബലിയോട്, തൻ്റെ പൗത്രനായിട്ടുള്ള മഹാബലിയോട് അഭിമാനം തോന്നുകയാണ്. ഇങ്ങനെ നിർഭയനായി 3-ാമത്തെ അടി വയ്ക്കാൻ തൻ്റെ ശിരസ് കാണിച്ചു കൊണ്ട് നിൽക്കുന്ന തൻ്റെ പൗത്രനായിട്ടുള്ള മഹാബലിയോട് ഉള്ളിൽ അഭിമാനം തോന്നുകയും ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു എന്നുള്ളതാണ് 9-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 9-ാമത്തെ ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. ഗരുഡൻ്റെ, പക്ഷിരാജാവായിട്ടുള്ള ഗരുഡൻ്റെ വരുണപാശങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട മഹാബലിയോട് പ്രപഞ്ചമാകെ വളർന്നു നിന്ന ഭഗവാൻ ഉറക്കെ തന്നെ ചോദിച്ചു, 3-ാമത്തെ അടി വയ്ക്കുവാനുള്ള സ്ഥലം എവിടെ? നീ വിശ്വേശ്വരനല്ലേ, നീ കാണിച്ചു തന്നാലും എന്ന് ഉറക്കെ തന്നെ മഹാബലിയോട് പറഞ്ഞു. അപ്പോൾ മഹാബലി തീർത്തും നിർഭയനായി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തിട്ട് 3-ാമത്തെ അടി എൻ്റെ ശിരസിൽ വെച്ചാലും എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ പ്രഹ്ലാദൻ എത്തിച്ചേർന്നു. മഹാബലിയുടെ പിതാമഹനാണ് പ്രഹ്ലാദൻ എത്തിച്ചേർന്നു. അപ്പോൾ മനസ്സിൽ മഹാബലിയെ ഓർത്ത് അദ്ദേഹത്തിന് അഭിമാനം തോന്നി. അപ്പോൾ മനസ്സുകൊണ്ട് മഹാബലിയെ അഭിനന്ദിച്ച് ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു എന്നുള്ളതാണ് 9-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് 10-ാമത്തെ ശ്ലോകം ചൊല്ലാം. ദർപ്പോചിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈർ ലോകസ്തേസ്തു ത്രിദവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായൂജ്യം ഭജ ച പുനരിത്യന്വഗൃഹ്ണാബലിം തം വിപ്രൈസന്ധാനിതമഘവര പാഹി വാതാലയേശ. ഒന്നുകൂടി ചൊല്ലാം. ദർപ്പോചിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈർ ലോകസ്തേസ്തു ത്രിദവ വിജയീ വാസവത്വം ച പശ്ചാത് മത്സായൂജ്യം ഭജ ച പുനരിത്യന്വഗൃഹ്ണാബലിം തം വിപ്രൈസന്ധാനിതമഘവര പാഹി വാതാലയേശ. 10-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ മഹാബലിയോട് പറയുന്ന കാര്യങ്ങളാണ് ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. അപ്പോൾ 10-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ മഹാബലിയോട് പറയുകയാണ്, അല്ലയോ മഹാബലി, താങ്കളുടെ അഹങ്കാരം ശമിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്രകാരമെല്ലാം പറഞ്ഞതും ചെയ്തതും. താൻ ചെയ്ത പുണ്യകർമ്മങ്ങൾ ദൈത്യന്മാരിൽ വെച്ചൊക്കെ തന്നെ സിദ്ധനാക്കി തീർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങേക്ക് സ്വർഗത്തെക്കാളും ഉത്തമമായിട്ടുള്ള ലോകം ലഭിക്കുകയും പിന്നീട് ഇന്ദ്രത്വം ലഭിക്കുകയും അതിനുശേഷം എൻ്റെ സായുജ്യവും പ്രാപിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിനുശേഷം മഹാബലി തുടങ്ങി വെച്ച യാഗം ബ്രാഹ്മണരെ കൊണ്ട് പൂർത്തിയാക്കിച്ചു. ഇപ്രകാരമെല്ലാമുള്ള ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ 10-ാമത്തെ ശ്ലോകവും 31-ാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ 10-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാൻ മഹാബലിയോട് പറയുകയാണ്, ഞാൻ മഹാബലിയുടെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരമെല്ലാം ചെയ്തതും പറഞ്ഞതും പ്രവർത്തിച്ചതുമൊക്കെ. അപ്പോൾ താങ്കൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ താങ്കളെ ദൈത്യന്മാരിൽ വെച്ചൊക്കെ സിദ്ധനാക്കി തീർത്തിരിക്കുന്നു. മഹാബലി ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അസുരന്മാരുടെ ഇടയിലൊക്കെ സിദ്ധനാണ് മഹാബലി. അതുകൊണ്ട് തന്നെ സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള രാജ്യം നിനക്ക് ലഭിക്കുകയും ഇന്ദ്രത്വം ലഭിക്കുകയും അതിനുശേഷം എൻ്റെ സായുജ്യവും ലഭിക്കുമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. അതിൽ പരം ഒരു ഭക്തന് വേറെ ഒന്നും കിട്ടേണ്ടതില്ല, അല്ലേ? ഭഗവാന്റെ സായുജ്യം കിട്ടുക എന്നുള്ളതിൽ പരം നമുക്ക് ഒരു
ഭക്തന് ഒന്നും കിട്ടേണ്ടതില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് മഹാബലിയെ അനുഗ്രഹിച്ചതിന് ശേഷം മഹാബലി ഒരു യാഗം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ആ യാഗത്തിനിടയിലേക്കാണ് വാമനൻ്റെ രൂപമെടുത്ത് ഭഗവാൻ കയറി വരുന്നത്. അപ്പോൾ ആ യാഗം ഭഗവാൻ തന്നെ ബ്രാഹ്മണരെ കൊണ്ട് പൂർത്തിയാക്കിച്ചു. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്നാണ് ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 31ാമത്തെ ദശകം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ചൊല്ലിയ 5 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. നിസ്സന്ദേഹം ദിതികുലപദൗ ത്വയ്യശേഷാർപ്പണം തദ്വ്യാതന്വാനേ മുമുചുർഷയഃ സാമരാ പുഷ്പവർഷം ദിവ്യം രൂപം തവ ച തതിതം പശ്യതാം വിശ്വഭാജാമുച്ചൈരുച്ചൈരവൃതവതീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം ത്വത്പാദാഗ്രം നിജപദഗദം പുണ്ഡരീകോദ്ഭവോऽസൗ കുണ്ഡീതോ യൈരസിചത പുനാധ്യജ്ജലം വിശ്വലോകാൻ ഹർഷോത്കർഷാത് സുബഹുനനൃതേ കേചരൈരുത്സവേസ്മിൻ ഭേരിം നിഘ്നൻ ഭുവനമചരജ്ജാംഭവാൻ ഭക്തിശാലി താവദ്ധൈത്യാസ്ത്വനുമതിമൃദേ ഭർത്തുരാരബ്ധയുദ്ധാ ദേവോപേതൈർഭവതനുചരൈ സംഗതാ ഭംഗമാപൻ കാലാത്മായം വസതി പുരതോ യദ്വശാത് പ്രാഗ്ജിതാ സ്മ കിം വോ യുദ്ധൈരിതി ബലിഗിരാ തേ പാതാളമാപോ പാശൈർബദ്ധം പദഗപതിനാ ദൈത്യമുച്ചൈരവാദീസ്താർത്തീയീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയന്നസ്തവീത്വാം ദർപ്പോചിത്യൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈർലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസ്തവത്വം ച പശ്ചാത് മത്സായൂജ്യം ഭജ പുനരിത്യന്വഗൃഹ്ണാ ബലിം തം വിപ്രൈസന്ധാനിതമഘവര പാഹി വാതാലയേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ അങ്ങനെ നമ്മൾ 31ാമത്തെ ദശകം ഇവിടെ ചൊല്ലി പൂർത്തിയാക്കിയിരിക്കുകയാണ്. 31ാമത്തെ ദശകത്തിൻ്റെ വ്യാഖ്യാനമില്ലാതെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ തുടർന്നും വീഡിയോസൊക്കെ കാണണം. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കണം. അപ്പോൾ വീണ്ടും അടുത്ത ദശകവുമായി 32ാമത്തെ ദശകവുമായിട്ട് വരാം. അതുവരെ ഹരി ഓം.